CMA ഇൻഡറിന്റെ ടൈം ഓഫ് സപ്ലൈയുടെ ക്യുക്ക് റിവിഷൻ പെട്ടെന്ന് നമുക്ക് ടൈം ഓഫ് സപ്ലൈയിൽ ആകെ രണ്ട് കാര്യമാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് ഫോർവേഡ് ചാർജിന്റെ കേസിൽ ഗുഡ്സിന്റെ കേസിൽ ടൈം ഓഫ് സപ്ലൈ എങ്ങനെ, സർവീസിന്റെ കേസിൽ ടൈം ഓഫ് സപ്ലൈ എങ്ങനെ, റിവേഴ്സ് ചാർജിൽ ഗുഡ്സിന്റെ കേസിൽ ടൈം ഓഫ് സപ്ലൈ എങ്ങനെ, സർവീസിന്റെ കേസിൽ ടൈം ഓഫ് സപ്ലൈ എങ്ങനെ എന്നുള്ള കാര്യം നോക്കാനുള്ളത് സെക്ഷൻ 12 സബ്സെക്ഷൻ 2, സെക്ഷൻ 13 സബ്സെക്ഷൻ 2, സെക്ഷൻ 12 സബ്സെക്ഷൻ 3, സെക്ഷൻ 13 സബ്സെക്ഷൻ 3. ഓക്കെ, മെയിൻ ആയിട്ടുള്ള സാധനം ഇതാണ്. അതായത് ഫോർവേഡ് ചാർജ് ആരുടെ പെർസ്പെക്ടീവിലാണ് തിങ്ക് ചെയ്യേണ്ടത്? സപ്ലൈയുടെ പെർസ്പെക്ടീവിലാണ് തിങ്ക് ചെയ്യേണ്ടത്. കാരണം സപ്ലൈയർ ആണ് ലയബിൾ ടു പേ ടാക്സ്. അവിടെ ടാക്സ് അടക്കേണ്ടത് ആരാ? സപ്ലൈയർ ആണ്. അപ്പൊ സപ്ലൈയർ എപ്പോഴാണ് ടാക്സ് അടക്കേണ്ടത്? അതല്ല ടൈം ഓഫ് സപ്ലൈ. എപ്പോ ഏത് പീരീഡിലാണ് ടാക്സ് പേയബിലിറ്റി വരുന്നത് എന്നുള്ളത് നോക്കുന്നത്. അപ്പൊ അതാണ് ഇവിടെ നോക്കുന്നത്. അപ്പൊ ഇതിന്റെ ടാക്സ് പേയബിലിറ്റി ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പം സപ്ലൈയർ ആണ് ടാക്സ് പേ ചെയ്യാനുള്ളത്. അപ്പൊ ആ പെർസ്പെക്ടീവിലാണ് ഫോർവേഡ് ചാർജ് തിങ്ക് ചെയ്യേണ്ടത്. റിവേഴ്സ് ചാർജ് തിങ്ക് ചെയ്യേണ്ടത് റിസീപ്പന്റിന്റെ പെർസ്പെക്ടീവിലാണ്. റിസീപ്പന്റ് ഈസ് ലയബിൾ ടു പേ ടാക്സ്. ഓക്കെ, അപ്പൊ ഗുഡ്സിന്റെ കേസിൽ ഇതാ പറയുന്നത് ഏർലിയർ ഓഫ് ദി ഫോളോയിങ് ഡേറ്റ്. താഴെ രണ്ട് ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏർലിയർ ഡേറ്റ് ആണ് ഇമ്പോർട്ടന്റ്. അതായത് ആ ഡേറ്റ് ആണ് ടൈം ഓഫ് സപ്ലൈ, ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്, അല്ലെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് അണ്ടർ സെക്ഷൻ 31, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് റിസീറ്റ് ഓഫ് പേയ്മെന്റ്, ഒന്നെങ്കിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ്, അല്ലെങ്കിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് റിസീറ്റ് ഓഫ് പേയ്മെന്റ്. അപ്പൊ ഇവിടെ ചോദ്യം ഉണ്ട്, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് ഓക്കെ, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് അതെവിടെ പറയുന്നത്? സെക്ഷൻ 31 പറയുന്നത്. അതായത് ഇൻവോയ്സ് നമുക്ക് തോന്നിയ പോലെ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. ദർ ഇസ് എ ടൈം ലിമിറ്റ് ഫോർ ഇഷ്യൂയിങ് ഇൻവോയ്സ്. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ ടൈം ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. തോന്നിയ പോലെ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. സെക്ഷൻ 31 പറയുന്നുണ്ട് ഗുഡ്സിന്റെ കേസിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് റിമൂവൽ ഓഫ് ഗുഡ്സ്, അല്ലെങ്കിൽ ഡെലിവറി ഓഫ് ഗുഡ്സ്. ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ഡെലിവറി ചെയ്യുന്ന സമയത്ത്, ഗുഡ്സ് റിമൂവ് ചെയ്യുന്നതിന് മുന്നേ, അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഗുഡ്സ് കൊടുക്കുന്നതിന് മുന്നേ തന്നെ, അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ എന്ത് ചെയ്യണം? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്ന് ലിമിറ്റ് പറയുന്നുണ്ട്. അപ്പൊ ക്വസ്റ്റ്യനിൽ റിമൂവൽ ഡേറ്റ്, ഗുഡ്സ് റിമൂവ് ചെയ്യുന്ന ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ് പ്രാധാന്യമുണ്ട്. ചില ക്വസ്റ്റ്യൻ അത് തന്നിട്ടുണ്ടാകും. അപ്പൊ ആ ഡേറ്റ് നോക്കണം. ആ ഡേറ്റ് ആണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്. ചില ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവില്ല. അപ്പൊ അതിനെ കുറിച്ച് ആലോചിക്കണ്ട. അപ്പൊ റിമൂവൽ ഡേറ്റ്, ഡെലിവറി ഡേറ്റ് എന്നൊക്കെ പറഞ്ഞ് തരുന്നുണ്ടെങ്കിൽ ആ ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്. അത് ഇൻവോയ്സ് ഡേറ്റുമായിട്ട് കമ്പയർ ചെയ്യേണ്ടി വരും. അത് ശ്രദ്ധിക്കണേ. ഓക്കെ, ഇനി അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് റിസീറ്റ് ഓഫ് പേയ്മെന്റ്. പക്ഷേ ഇതാണ് ആസ് പെർ പ്രൊവിഷൻ. പക്ഷേ നോട്ടിഫിക്കേഷനിൽ താഴെ പറഞ്ഞു, അതായത് അഡ്വാൻസ് വല്ലതും റിസീവ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണ്ട? ആ സമയം അതിന്റെ ടാക്സ് പേ ചെയ്യേണ്ട. അത് ഇൻവോയ്സ് ചെയ്യുമ്പോൾ തന്നെ പേ ചെയ്താൽ മതി. അതായത് മുൻകൂട്ടി പൈസ കിട്ടുകയാണെങ്കിൽ അതല്ലേ അഡ്വൈസ്. അപ്പൊ ഡേറ്റ് ഓഫ് റിസീറ്റ് ഓഫ് പേയ്മെന്റ് ആദ്യം വരിക എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണ്ട? ടാക്സ് അപ്പൊ പേ ചെയ്യണ്ട. എപ്പോഴാണോ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത് അപ്പൊ പേ ചെയ്താൽ മതി. അയ്യോ, അപ്പൊ ഡേറ്റ് ഓഫ് റിസീറ്റ് ഓഫ് പേയ്മെന്റിന്റെ റെലവൻസ് ഉണ്ടോ? ഇല്ലടാ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആദ്യം വരികയാണെങ്കിൽ ഡേറ്റ് ഓഫ് റിസീറ്റ് ഓഫ് പേയ്മെന്റ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നതിനെക്കാട്ടി മുന്നേ, ഗുഡ്സ് കൊടുക്കുന്നതിനെക്കാട്ടി മുന്നേ വരികയാണെങ്കിൽ അതിനെ അല്ലേ അഡ്വാൻസ് എന്ന് പറയാം. അഡ്വാൻസിന്റെ ഡേറ്റ് നമ്മൾ ട്രീറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ അത് വിടാം. ഇനി റിസീറ്റ് ഓഫ് പേയ്മെന്റ് ലേറ്റർ ഡേറ്റ് വരികയാണെങ്കിൽ, ഇൻവോയ്സ് ചെയ്തതിന് ശേഷമുള്ള ഡേറ്റ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അപ്പോഴും ആവശ്യമില്ലല്ലോ. ഇൻവോയ്സ് ഡേറ്റ് ഏർലിയർ വന്നില്ലേ. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സിന്റെ കേസിൽ, ഇൻ ഫോർവേഡ് ചാർജിന്റെ കേസിൽ ഈ എന്ത് വേണ്ട? അഡ്വാൻസ് റിസീവ് ചെയ്യുന്ന കേസ്, അല്ലെങ്കിൽ അഡ്വാൻസ് റിസീവ് ചെയ്യുന്ന ആ ഡേറ്റ്, അതായത് റിസീറ്റ് ഓഫ് പേയ്മെന്റ് തന്നെ ഇറലവന്റ് ആണെന്ന് പറയാം. റിസീറ്റ് ഓഫ് പേയ്മെന്റിന്റെ ഡേറ്റ്, പേയ്മെന്റ് ഡേറ്റ് ഇറലവന്റ്. അപ്പൊ ഗുഡ്സിന്റെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പേയ്മെന്റ് ഡേറ്റ് വെട്ടിക്കളയാം. പേയ്മെന്റ് ഡേറ്റ് വെട്ടിക്കളയാം, ആവശ്യമില്ല. ഗുഡ്സിനാണെങ്കിൽ പേയ്മെന്റ് ഡേറ്റ് വെട്ടിക്കളയാം. കാരണം ഏർലിയർ ആണെങ്കിൽ എടുക്കൂല, ലേറ്റർ ആണെങ്കിൽ എടുക്കൂല. പിന്നെ എന്തിനാ എടുക്കുന്നത്? ഓക്കെ, ആ ലോജിക്ക് മറക്കരുത്. പക്ഷേ അഡ്വാൻസിന്റെ ഡേറ്റ് റെലവന്റ് ആയിട്ടുള്ള രണ്ട് കൂട്ടരുണ്ട്. ഒന്ന് കോമ്പോസിഷൻ സ്കീമിലുള്ള ആൾക്കാരും, രണ്ട് സ്പെസിഫൈഡ് ആക്ഷനബിൾ ക്ലെയിംസ് വിൽക്കുന്ന ആൾക്കാർക്കും ഈ പറഞ്ഞ അഡ്വാൻസിന്റെ പ്രൊവിഷൻ അപ്ലിക്കബിൾ ആണ്. ഇവർക്ക് അത് ആ അഡ്വാൻസിന്റെ ഈ എക്സംഷൻ പോയിന്റ് ഇല്ല. അവർക്ക് അഡ്വാൻസ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ടാക്സബിലിറ്റി ഹിറ്റ് ചെയ്യും. ഈ കാര്യം ഓർമ്മയിൽ വെക്കുക. പിന്നെ സർവീസിന്റെ കേസിൽ ഫോർവേഡ് ചാർജിൽ എങ്ങനെ നോക്കാം? സർവീസിന്റെ കേസിൽ എയും ബിയും രണ്ട് സാഹചര്യമാണുള്ളത്. ഒന്നുകിൽ എയിൽ വരും, അല്ലെങ്കിൽ ബിയിൽ വരും. ഈ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ എയിൽ വരുമോ ബിയിൽ വരുമോ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? എയിലാണോ അത് ബിയിലാണോ വരിക എന്നുള്ളത് എങ്ങനെ തിരിച്ചറിയാം? അതിന് പറയുന്നുണ്ട് എയിൽ എപ്പോഴാണ് വരിക? അതായത് വിത്തിൻ ദി ടൈം പീരീഡിനുള്ളിൽ തന്നെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ, സെക്ഷൻ 31 പറയുന്നതിനനുസരിച്ച് കറക്റ്റ് ആയിട്ട് തന്നെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ എയിൽ വരും, അല്ലെങ്കിൽ ബിയിൽ വരും. അപ്പോൾ സെക്ഷൻ 31 ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട, സർവീസിന്റെ കേസിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട സാഹചര്യം എങ്ങനെ പറയുന്നത്? അതായത് വിത്തിൻ 30 ഡേയ്സ് ഇൻവോയ്സ് സർവീസ് പ്രൊവൈഡ് ചെയ്തതിന്റെ വിത്തിൻ 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കണം ഇൻ കേസ് ഓഫ് സർവീസ്. ഇനി അത് തന്നെ ബാങ്കിങ് കമ്പനി ആണെങ്കിൽ, അത് തന്നെ ബാങ്കിങ് കമ്പനി അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി ആണെങ്കിൽ 45 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്താൽ മതി? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്താൽ മതി. ആ 45 ഈസ് ഇമ്പോർട്ടന്റ് ഫോർ MCQ സ്ഥിരം ചോദിക്കുന്ന സാധനമാണ്. ടൈം ഈ പറഞ്ഞ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ടൈം ലിമിറ്റ് ഫോർ ബാങ്കിങ് കമ്പനി എത്ര? 45 ദിവസം. മറക്കരുത്. ഇനി അപ്പം ഇൻവോയ്സ് വിത്തിൻ 30 ഡേയ്സിന്റെ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് റിസീറ്റ് ഓഫ് പേയ്മെന്റ് വിച്ച് വെരി ഏർലിയർ. ഇനി ഇൻവോയ്സ് ആഫ്റ്റർ 30 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ദെൻ പ്രൊവിഷൻ ഓഫ് സർവീസ്, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് റിസീറ്റ് ഓഫ് പേയ്മെന്റ് വിച്ച് വെരി ഏർലിയർ. സർവീസ് ചെയ്ത ഡേറ്റ്, പേയ്മെന്റ് കിട്ടിയ ഡേറ്റ്. അപ്പൊ കോമൺ ഏതാ? പേയ്മെന്റ് കിട്ടിയ ഡേറ്റ് കോമൺ. അപ്പൊ ഇവിടെ ചോദ്യം, ഇവിടെ അഡ്വാൻസിന്റെ വല്ല പ്രൊവിഷൻ ഒന്നും ഇല്ലേ? അഡ്വാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ടാക്സബിൾ ആണോ ആ സമയം തന്നെ? യെസ്, ഇറ്റ് ഈസ് ടാക്സബിൾ. റിസീറ്റ് ഓഫ് പേയ്മെന്റിന് റെലവൻസ് ഉണ്ട് ഇവിടെ. മറ്റേ ഗുഡ്സിന്റെ പോലെയല്ല. പക്ഷേ 1000 രൂപ വരെയാണ് നിങ്ങൾ അഡ്വാൻസ് കിട്ടുന്നുണ്ടെങ്കിൽ, 1000 രൂപ വരെ ശ്രദ്ധിക്കണേ, 1000 രൂപ വരെയാണ് നിങ്ങൾക്ക് അഡ്വാൻസ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെന്ത് ചെയ്യാം? സ്കിപ്പ് ചെയ്യാം. അതായത് അഡ്വാൻസ് ഡേറ്റ് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻവോയ്സ് ഡേറ്റ് തന്നെ എന്ത് ചെയ്യാം? അത് ടാക്സബിൾ ആക്കുന്ന രീതിയിൽ ചെയ്യാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ BSNLന്റെ ഒരു പോസ്റ്റ് പെയ്ഡ് കേസാണ്.
പോസ്റ്റ് പെയ്ഡിന് 1000 രൂപയാണ് ബില്ല് വന്നത്, പക്ഷെ ഞാൻ 1500 അടച്ചു, 500 എക്സ്ട്രാ BSNL കിട്ടി. 500 ഒന്നെങ്കിൽ അപ്പൊ തന്നെ ടാക്സ് ചെയ്യാം, അല്ലെങ്കിൽ 500 എന്ത് ചെയ്യാം, അടുത്ത ബില്ല് ചെയ്യുന്നതിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അത് ആരിഷ്ടമാണ്, സപ്ലയറുടെ ഇഷ്ടമാണ്. സപ്ലയർക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, ഫോർവേഡ് ചാർജ് കഴിഞ്ഞാൽ ഇനി ഇവിടെ ചോദ്യമുള്ള എന്താ വെച്ചാൽ ഡേറ്റ് ഓഫ് റിസീറ്റ് ഓഫ് പേയ്മെന്റ് എന്നുള്ളത് ഏത് ഡേറ്റ് എടുക്കണ്ടേ? ചിലപ്പോൾ അത് രണ്ട് ഡേറ്റ് വരും. അതായത് ബുക്സിൽ എൻ്റർ ചെയ്ത ഡേറ്റ്, പേയ്മെന്റ് കിട്ടിയ ഡേറ്റ്, ഇതിൽ ഏതാ എടുക്കണ്ടേ? പേയ്മെന്റ് കിട്ടില്ല ചെയ്യാം, സപ്ലൈയുടെ ബിഹാഫിലല്ലേ തിങ്ക് ചെയ്യുന്നേ. സപ്ലൈർക്ക് പേയ്മെന്റ് കിട്ടില്ല ചെയ്യാം. യെസ്, സപ്ലൈർക്ക് പേയ്മെന്റ് കിട്ടിയ ഡേറ്റ് അല്ലെങ്കിൽ ബുക്സിൽ എൻ്റർ ചെയ്ത ഡേറ്റ്, ഇതിൽ വിച്ചവരി ഏർലിയർ എടുക്കണം. അപ്പൊ 2 ഡേറ്റ് ക്വസ്റ്റനിൽ തരുന്നുണ്ടെങ്കിൽ അതിൽ ഏർലിയർ എടുക്കണം. ഓക്കെ, ബുക്കിൽ എൻ്റർ ചെയ്ത ഡേറ്റ്, പേയ്മെന്റ് കിട്ടിയ ഡേറ്റ്. ഓക്കെ, ഇനി നമ്മുടെ റിവേഴ്സ് ചാർജിക്ക് വരികയാണെങ്കിൽ റിവേഴ്സ് ചാർജ് ആരുടെ പെർസ്പെക്ടീവിലാണ് തിങ്ക് ചെയ്യേണ്ടേ? റെസിപ്പിയന്റിന്റെ പെർസ്പെക്ടീവിൽ തിങ്ക് ചെയ്യണം. റെസിപ്പിയന്റിന്റെ പെർസ്പെക്ടീവിൽ. ഗുഡ്സിന്റെ കേസ് എങ്ങനെ, സർവീസിന്റെ കേസ് എങ്ങനെ നോക്കാം. ഗുഡ്സിന്റെ കേസ് പറയുന്നത് 3 ഡേറ്റ് പറയുന്നുണ്ട്. ആ 3 ഡേറ്റിൽ ഏർലിയർ. ഒന്ന്, ഗുഡ്സ് കിട്ടിയ ദിവസം. റെസിപ്പിയന്റ് ഗുഡ്സ് കിട്ടല്ലേ ചെയ്യുക, ഗുഡ്സ് കിട്ടിയ ദിവസം. ഡേറ്റ് ഓഫ് പേയ്മെന്റ് ചെയ്ത ദിവസം. ഇനി 31st ഡേ, ഇത് മാത്രമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരിക. സപ്ലയർ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത സമയത്ത് നിന്ന് 31ാമത്തെ ദിവസം. സപ്ലയർ ഏത് ഡേറ്റിൽ നിന്നാണോ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തത് അവിടെ നിന്ന് 31ാമത്തെ ദിവസമാണ് അടുത്ത 31ാമത്തെ ദിവസം. ഓക്കെ, ഈ 3 ഡേറ്റിൽ ഏർലിയർ ആണോ അതാണ് ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഇൻ കേസ് ഓഫ് റിവേഴ്സ് ചാർജ്. ഇതേപോലെ തന്നെയാണ് സർവീസിന്റെ കേസിലും വരുന്നത്. ഒന്ന്, ഡേറ്റ് ഓഫ് പേയ്മെന്റ്, അവിടെ റിസീറ്റ് ഓഫ് ഗുഡ്സ് ഇല്ലല്ലോ. ഡേറ്റ് ഓഫ് പേയ്മെന്റ് അല്ലെങ്കിൽ 61st ഡേ ഫ്രം ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ബൈ സപ്ലയർ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന അവിടെ 61ാമത്തെ ദിവസം. യെസ്, ഓക്കെ. ഇനി സപ്ലയർ അല്ല, ചില സർവീസിന്റെ കേസിൽ ഇൻവോയ്സ് ഇഷ്യൂ ആരാ? റിസീപ്പന്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് വരില്ല, പകരം ഈ പോയിന്റ് വരും. അപ്പൊ ഇതും കമ്പയർ ചെയ്യണം. ഇതല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നേ വരൂ, 2 കമ്പാരിസണേ വരൂ, 3 കമ്പാരിസൺ വരില്ല. ഓക്കെ, ഇനി സപ്ലയർ അല്ല, റിസീപ്പന്റിനാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ ആ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് തന്നെയാണ് എന്ത് വരിക, കൺസിഡർ ചെയ്യാം. അതോ ഡേറ്റ് ഓഫ് പേയ്മെന്റ് വിച്ച് ഈസ് ഏർലിയർ. ഇവരെയും ഡേറ്റ് ഓഫ് പേയ്മെന്റ് ബുക്സിൽ എൻ്റർ ചെയ്ത ഡേറ്റ്, പേയ്മെന്റ് പോയ ഡേറ്റ് വിച്ച് ഈസ് ഏർലിയർ. പേയ്മെന്റ് പോവല്ലേ ചെയ്യാം, റിസീപ്പന്റ് പൈസ കൊടുക്കല്ലേ ചെയ്യാം. യെസ്, ഓക്കെ. ഇനി നിങ്ങൾ അസോസിയേറ്റഡ് എന്റർപ്രൈസ് എന്ന് വല്ലതും ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, അസോസിയേറ്റഡ് എന്റർപ്രൈസ് ആണ് എന്റെ തന്നെ മറ്റൊരു എന്റർപ്രൈസ് അവിടെ ഉള്ളത്, അല്ലെങ്കിൽ ഹോൾഡിംഗ് സബ്സിഡിയറി അങ്ങനെ പോലെ. അപ്പൊ അസോസിയേറ്റഡ് എന്റർപ്രൈസ് എന്നാണ് ഞാൻ ഇമ്പോർട്ട് സർവീസ് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് റിവേഴ്സ് ചാർജിലാണ് വരിക. അതിന്റെ ഇമ്പോർട്ട് ഓഫ് സർവീസ് റിവേഴ്സ് ചാർജിലല്ലേ വരിക. അതെ, അതിന്റെ ടൈം ഓഫ് സപ്ലൈ കാണാൻ വേണ്ടി പറഞ്ഞത് ഡേറ്റ് ഓഫ് എൻട്രി ഇൻ ദി ബുക്സ് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് പേയ്മെന്റ് വിച്ച് ഈസ് ഏർലിയർ. ഡയറക്ട്ലി ഇതാണ് ഇത് MCQ ചോദിക്കാം. ഇമ്പോർട്ട് ഓഫ് സർവീസ് ഫ്രം അസോസിയേറ്റഡ് എന്റർപ്രൈസിന്റെ ടൈം ഓഫ് സപ്ലൈ എങ്ങനെ എന്നുള്ളത്. പിന്നെ ഇതിൽ ഇമ്പോർട്ടന്റ് ആയ സാധനമാണ് സെക്ഷൻ 12 സബ്സെക്ഷൻ 6ഉം 13 സബ്സെക്ഷൻ 6ഉം. വല്ല ലേറ്റ് ഫീ, പെനാൽറ്റി, ഇൻട്രസ്റ്റ് ഒക്കെ നിങ്ങൾ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഡിലേഡ് പേയ്മെന്റ് ആകുമ്പോൾ, പേയ്മെന്റ് ഡിലേ ആകുമ്പോൾ നമ്മൾ അഡീഷണലി കുറച്ച് പൈസ വാങ്ങൂലേ, അപ്പൊ ഇൻട്രസ്റ്റ് പെനാൽറ്റി ഒക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ ടൈം ഓഫ് സപ്ലൈ എപ്പോഴാണ് വരിക? ഇത് വാല്യൂ സപ്ലൈയിൽ ഇൻക്ലൂഡ് ചെയ്യും. ഇതിന്റെ മുകളിൽ GST അപ്ലിക്കബിൾ ആണോ? യെസ്, ഇറ്റ് വിൽ ബി സ്റ്റഡി ഇൻ വാല്യൂ സപ്ലൈ. വാല്യൂ സപ്ലൈ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ്, പെനാൽറ്റി, ലേറ്റ് ഫീ വല്ലതും നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് എന്ത് ചെയ്യണം, GST ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ടൈം ഓഫ് സപ്ലൈ എപ്പോൾ, അതിന്റെ ടാക്സ് എപ്പോഴാണ് പേ ചെയ്യേണ്ടത്? അത് പേ ചെയ്യേണ്ടത് അപ്പോൾ എപ്പോഴാണ് ആക്ച്വലി അത് റിസീവ് ചെയ്യുന്നത്? ആ റിസീവ് ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യേണ്ടത്? അത് പേ ചെയ്യേണ്ടത്. ഓക്കെ, ആക്ച്വലി സപ്ലൈ റിസീവ് സച്ച് അഡീഷണൽ റിസീവ് ചെയ്യുമ്പോൾ 2-3 കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ഓഫ് സപ്ലൈ ഫുള്ളി കംപ്ലീറ്റഡ്. ഒന്ന്, കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സിന്റെ കേസിൽ എപ്പോൾ ഇൻവോയ്സ് ചെയ്യണം. 2, കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർവീസിന്റെ കേസിൽ എപ്പോൾ ഇൻവോയ്സ് ചെയ്യണം. ഇനി കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സിന്റെ കേസിൽ ഇൻവോയ്സ് ചെയ്യേണ്ടത് വല്ല സ്റ്റേറ്റ്മെന്റോ, സക്സസീവ് പേയ്മെന്റോ ആ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സിൽ ഇൻവോൾവ് ആണെങ്കിൽ, കണ്ടിന്യൂസ് സപ്ലൈ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ റിക്കറിംഗ് സപ്ലൈ ഓഫ് ഗുഡ്സ്. ഓക്കെ, അപ്പൊ അങ്ങനെ റിക്കറിംഗ് ആയിട്ട് സപ്ലൈ ചെയ്യുന്നു. അപ്പൊ സക്സസീവ് ആയിട്ടുള്ള ഇടയിടയിൽ പേയ്മെന്റ് വല്ലതും ചെയ്യുന്നുണ്ട്, ഇടയിലിടയിൽ വല്ല സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മതി ആ സ്റ്റേറ്റ്മെന്റ് ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ പേയ്മെന്റ് ചെയ്യുന്നതിന് മുന്നേ ഇൻവോയ്സ് ചെയ്താൽ മതി. അത്രേ പറയുന്നുള്ളൂ. സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റിന് മുന്നേ, പേയ്മെന്റ് ആണെങ്കിൽ പേയ്മെന്റിന് മുന്നേ, അല്ലെങ്കിൽ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത്, ആ സ്റ്റേറ്റ്മെന്റ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇൻവോയ്സ് ചെയ്താൽ മതി. ഇനി കണ്ടിന്യൂസ് സപ്ലൈ സർവീസിന്റെ കേസ് ആണെങ്കിൽ 2 കാര്യം ചോദിക്കുന്നത്. ഒന്ന്, ഡ്യൂ ഡേറ്റ് അസർട്ടൈനബിൾ ആണോ? വല്ല കോൺട്രാക്ട് ഒക്കെ ഉണ്ടായിട്ട് ആ കോൺട്രാക്റ്റിൽ ഡ്യൂ ഡേറ്റ്, പേയ്മെന്റിന്റെ ഡ്യൂ ഡേറ്റ് വല്ലതും പറയുന്നുണ്ടെങ്കിൽ ആ പേയ്മെന്റിന്റെ ഡ്യൂ ഡേറ്റിന്റെ മുന്നേ ഇൻവോയ്സ് ചെയ്യണം. ഓൺ ഓർ ബിഫോർ. ആ പേയ്മെന്റിന്റെ സമയത്ത്, ആ ഡ്യൂ ഡേറ്റിന്റെ സമയത്ത് അല്ലെങ്കിൽ ബിഫോർ ഇൻവോയ്സ് ചെയ്യണം. ഇനി ഡ്യൂ ഡേറ്റ് ഒന്നും പറയുന്നില്ല, അത് അസർട്ടൈനബിൾ അല്ല, കോൺട്രാക്റ്റിൽ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഇൻവോയ്സ് ഷാൽ ബി ഇഷ്യൂഡ് ആക്ച്വലി പേയ്മെന്റിന്റെ സമയത്ത്. ആക്ച്വലി സപ്ലയർക്ക് എപ്പോഴാണോ റിസീവ്സ് പേയ്മെന്റ് കിട്ടുന്നത്, സപ്ലയറിൽ ഇൻവോയ്സ് ചെയ്യണ്ടേ? സപ്ലയർ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം, അപ്പോൾ പേയ്മെന്റ് കിട്ടുന്ന സമയത്ത് ഇൻവോയ്സ് ചെയ്യണം. അപ്പൊ അടുത്ത ചോദ്യം, കംപ്ലീഷൻ ഓഫ് ഇവന്റുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണെങ്കിലോ, ഒരു ഇവന്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് പേയ്മെന്റ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ അവരുടെ പേയ്മെന്റ് ഇസ് ലിങ്ക്ഡ് ടു കംപ്ലീഷൻ ഓഫ് ഇവന്റുമായി കംപ്ലീറ്റ് ചെയ്ത് കംപ്ലീഷൻ ഓഫ് ഇവന്റുമായി ബന്ധപ്പെട്ട് എടുക്കുകയാണെങ്കിൽ ഇൻവോയ്സ് ഷാൽ ബി ഇഷ്യൂഡ് ഓൺ ഓർ ബിഫോർ ദി ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഓഫ് ആൻ ഇവന്റ്. ആ ഇവന്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇൻവോയ്സ് ചെയ്യണം. ഓക്കെ, ഞാൻ ഇവന്റ് ബ്രേക്ക് ആയി പോയി, ഇടയിൽ വെച്ച് ഇവന്റ് ബ്രേക്ക് ആയി പോയി, ഇവന്റ് നിർത്തി, അതായത് സീസ് ചെയ്യപ്പെട്ടു, കംപ്ലീഷൻ നടന്നില്ല, അങ്ങനെയാണെങ്കിൽ ആ നടന്നത് വരെ ഇൻവോയ്സ് ചെയ്യണം. ഷാൽ ബി ഇഷ്യൂഡ് അറ്റ് ദ ടൈം വെൻ ദി ഇവന്റ് സീസസ്. ആ ഇവന്റ് സീസ് ചെയ്യുന്ന സമയത്ത് ഇൻവോയ്സ് ചെയ്യുക. അതുവരെയുള്ള സപ്ലൈത്തിനാണ് അതിന്റെ ഇൻവോയ്സ് ചെയ്യുക. ഇനി ഗുഡ്സ് സെൻഡ് ഓർ അപ്രൂവൽ, സെയിൽ ഓർ റിട്ടേൺ ബേസിസിൽ നമ്മൾ സാധനം ആയിക്കൂലെ, ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗിൽ പഠിക്കുന്ന സാധനം,
ആ സെയിലോ റിട്ടേൺ ബേസിൽ സാധനം അയക്കാന്നുണ്ടെങ്കിൽ അപ്പോൾ ആ കേസിൽ എപ്പോഴാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടേ? ഒന്ന് കൺഫർമേഷൻ കിട്ടുന്ന സമയം, അതായത് ആ നമ്മൾ സെയിൽ കൊടുത്തില്ല, ആ അയച്ച ആൾക്ക് അയാൾ കൺഫേം ചെയ്യണം സെയിലായി എന്ന് കൺഫേം ചെയ്യുന്ന സമയം, അല്ലെങ്കിൽ റിമൂവ് ചെയ്ത ഡേറ്റിൽ നിന്ന് 6 മാസം തികയുന്ന ദിവസം ചോരീസ് ഏർലിയർ, അപ്പോഴാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത്. ഇതൊക്കെ പറഞ്ഞത് ടൈം ഓഫ് സപ്ലൈയുടെ കാര്യമല്ല, എപ്പോഴാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത്. ഇറ്റ് കംസ് അണ്ടർ സെക്ഷൻ 31. സെക്ഷൻ 31 കാര്യം പറഞ്ഞേ. ദീസ് ടേംസ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടൈം ഓഫ് സപ്ലൈ ഫുള്ളി കവേർഡ്. ടൈം ഓഫ് സപ്ലൈയിൽ എല്ലാ സാധനവും കവർ ചെയ്തിട്ടുണ്ട്, ഒന്നും വിട്ടിട്ടില്ല. ഒരു സർക്കുലർ ഇറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടന്റ്. ഓക്കെ, സോ ഫുൾ ടൈം ഓഫ് സപ്ലൈ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കമന്റ് ആണ് എന്റെ ഇത്. നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആൻഡ് ഇതൊന്നുമില്ല. ഓക്കെ, സോ അടുത്തത് ഏത് വേണമെന്നുള്ളത് കമന്റ് ചെയ്യുക. അടുത്ത ക്വിക്ക് റിവിഷൻ ഏത് വേണമെന്ന് കമന്റ് ചെയ്യാൻ നമുക്ക് ചെയ്യാം. ഓക്കെ, സോ സീ യു. ബൈ ബൈ ബൈ.